പശ്ചിമേഷ്യൻ യുദ്ധകരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലെബനനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം. ഹോർമുസിൽ കടുപ്പിച്ച് ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണം. 48 മണിക്കൂർ മുൻപ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകണം. ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞുവെന്ന് ട്രംപ്. യുഎസിൽ നിന്ന് നയാ പൈസ പോലും ലഭിക്കില്ലെന്നും യുഎസ് പ്രസിഡന്റ്. വ്യോമസേനയോ നാവികസേനയോ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളോ അവശേഷിക്കുന്നില്ലെന്നും അവകാശവാദം. ഇറാൻ 4 മാസം മുൻപത്തേക്കാൾ ശക്തമെന്ന് ഡെമോക്രാറ്റുകൾ. ട്രംപിന്റെ ഇറാൻ നയതന്ത്ര ഇടപെടലുകളിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരെന്ന് സർവേ. ട്രംപിന്റെ മെലോണി പരാമർശത്തിൽ ഇറ്റലി US ബന്ധം വഷളായി. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി US സന്ദർശനം റദ്ദാക്കി. തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോണി കെഞ്ചിയെന്ന് US പ്രസിഡന്റ്. പൂർണ്ണമായും കെട്ടിച്ചമച്ച അവകാശവാദമെന്ന് ജോർജിയ മെലോണി. പാശ്ചാത്യ സഖ്യത്തിനെതിരെ ആണവയുദ്ധ ഭീഷണിയുമായി റഷ്യ. കടുത്ത മുന്നറിയിപ്പ്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയതോടെ 3ാം ലോക മഹായുദ്ധത്തിലേക്കും ആണവയുദ്ധത്തിലേക്കും നയിച്ചേക്കാമെന്നും റഷ്യ. ബ്രിട്ടനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഒരു മരണം. 50ഓളം പേർക്ക് പരിക്ക്. 22 പേരുടെ നില ഗുരുതരം. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ് ഉദ്ധവ് പക്ഷം. MP-മാർക്ക് പിന്നാലെ MLA-മാരും പാർട്ടി വിടുന്നു. സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന ഉദ്ധവ് താക്കറെ. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഏക്നാഥ് ഷിൻഡെ. ലോകകപ്പിൽ ബ്രസീൽ ആഘോഷം. ഹെയ്ത്തിക്കെതിരെ 3-0 ജയം. മത്തയോസ് കുഞ്ഞയ്ക്ക് ഇരട്ട ഗോൾ. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ ഗ്രൂപ്പിൽ 1-ാമത്. ഓസ്ട്രേലിയക്കെതിരെ US-നും ജയം. വിരാട് കോഹ്ലി 2030 വരെ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് RCB. വിരമിച്ചാലും RCBയുടെ ഭാഗമായി ഉണ്ടാകും. ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പരിശീലകനാകാൻ യുവരാജ് സിംഗ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ തർക്കം അതിരൂക്ഷം. ഡോക്ടർ നീന ഇന്നും ജോലിക്കെത്തിയേക്കും. പകർച്ചവ്യാധി രോഗപ്രതിരോധത്തിന് ഉന്നതാധികാര സമിതി രൂപീകരിച്ച സർക്കാർ. സമിതിയിൽ മന്ത്രിയടക്കം 13 അംഗങ്ങൾ. സംസ്ഥാനത്ത് മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. താരസംഘടന അമ്മയിൽ തർക്കം രൂക്ഷം. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒഴിയണമെന്ന ഒരു വിഭാഗം. വാർഷിക പൊതുയോഗം നാളെ. അൻസിബ ഹസനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നേതൃത്വം.